അതെ, ഇന്ന് നമുക്ക് കോട്ടയംകാരുടെ സ്വന്തം കുടംപുളിയിട്ട മീൻകറി ഉണ്ടാക്കിയാലോ? നല്ല കുറുകിയ ചാറോട് കൂടിയ എരിവും പുളിയൊക്കെ ഉള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ആ സമയത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി, ഞാനിവിടെ 2 സ്പൂണ് കാശ്മീരി പൊടിയും 1.5 സ്പൂണ് എരിവുള്ള പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. അതും ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി അത് നമുക്ക് ആ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് കരിയാതെ ഒന്ന് ഇളക്കി ആ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും പുളി കുതിർത്ത വെള്ളവും പിന്നെ ചാറിന് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളവും കൂടി ചേർത്ത് ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റും കൂടെ മൂടി വെച്ചൊന്ന് വേവിക്കാം. ഈ 10 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്ത് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂടി വെക്കാം. ഈ മീൻകറി റെഡിയാണ്. ഇത് നമുക്കൊരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം ആ പുളിയൊക്കെ ഒന്ന് മീനിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. താങ്ക്